ഈ ക്ലബ് ഹൗസിലൊക്കെ ആദ്യം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധിതമായ സാഹചര്യത്തിൽ ഉമ്മയെ വ്യഭിചരിക്കാമോ? അത്തരം ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിച്ച ഒരു കമ്മ്യൂണിറ്റിക്ക് ശവഭോഗവും ഗുദഭോഗവും ശിശുഭോഗവും മൃഗഭോഗവും ഒക്കെ ഇസ്ലാമിലുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാ കുരുപൊട്ടുന്നത്? സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ട് എന്നത് ശരിയല്ലേ? പിന്നെ ഉമ്മയെയും സഹോദരിയെയും ഉമ്മയുടെ മറ്റ് സഹോദരങ്ങളെയും ഒക്കെ പരലോകത്ത് കെട്ടിച്ചു തരുമെന്നത് മുസ്ലിം പുരോഹിതന്മാർ തന്നെ പറയുന്ന സംഗതിയല്ലേ? അപ്പോൾ ഉമ്മയായി, മകളായി, സഹോദരിയുമായി ഇനി ഏത് ബന്ധമാണ് വേണ്ടത്? അല്ല, ചോദിക്കട്ടെ, 6 വയസ്സിലല്ലല്ലോ വിവാഹം കഴിച്ച് ബന്ധം ചേർന്നത്, 9ാമത്തെ വയസ്സിലല്ലേ ഫിസിക്കൽ റിലേഷൻ പ്രവാചകൻ ആയിഷയെ ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെയേ ഉള്ളൂ. ഖുർആനിലല്ലല്ലോ, ഹദീസിലല്ലേ, ഖുർആനിലല്ലല്ലോ, ഫിഖ്ഹിലല്ലേ ഇതെല്ലാം ചേർന്നതാണ് ഇസ്ലാം എന്നത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണോ? അതോ ഞങ്ങൾ തന്നെ കമ്മ്യൂണിറ്റിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരുമോ? ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത്തരം വൃത്തികെട്ട ഇസ്ലാമിൻ്റെ കഥകളൊക്കെ ഇപ്പോൾ അതാ ലോകവ്യാപകമായിട്ട് അറിയപ്പെടുന്നു. അതിന് ആരിഫ് ഒരു കാരണമായി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഉടനെ തന്നെ ആരിഫിൻ്റെ മാപ്പ് വരുമെന്നും ആരിഫ് ഉടനെ ഇസ്ലാമിലേക്ക് വരുമെന്നും ഈ മുറിയൻ ടീംസിനെ ഭയന്ന് യൂട്യൂബ് ചാനലും ഡിലീറ്റ് ചെയ്ത് ഇതിനകത്തുണ്ടായിരുന്ന മുഴുവൻ വീഡിയോകളും ഡിലീറ്റ് ചെയ്ത് ഓടും എന്നൊക്കെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും മിഥ്യാധാരണകൾ മാത്രമാണ്. ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൺവിൻസിങ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പഠിച്ചത് തന്നെയാണല്ലോ നമ്മൾ ഈ പ്രാവർത്തികമാക്കിക്കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുഴി പൊട്ടുന്നത്. പിന്നെ നമ്മുടെ ഷാഹുൽ ഈസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും ഒരു കഴമ്പില്ലാത്ത വാപോയ കോടാലിയാണ്. അയാൾ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ച് 4 ആളെ കൂട്ടാമെന്നും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വെറും മൊയന്തുകൾ മാത്രമാണ്. അതുപോലെ കാനഡ അമ്മായി, അതൊക്കെ ഇൻ്റർനാഷണൽ വേസ്റ്റുകളാണ്. അവർക്ക് ഇസ്ലാമിൽ ചാത്തപ്പൻ എന്ത് മഹ്ഷറ എന്ന് പറയുന്നത് പോലെ ഷാഹുൽ ഈസ്റ്ററിനും അതുപോലെ കാനഡ അമ്മായിക്കുമൊക്കെ എന്ത് ഫിഖ്, എന്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ? അതല്ലെങ്കിൽ തന്നെയും ഷാഫി ഇമാമ് പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ സ്വന്തം മകളെ കെട്ടാൻ ഇസ്ലാമിൽ തെളിവില്ലേ? ഇല്ലേ? ചോദിക്കട്ടെ, ഖുർആൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഖുർആനും ഹദീസും മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ? അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ? പോട്ടെ, നോമ്പ് പിടിക്കാൻ പറ്റുമോ? നമസ്കരിക്കാൻ പറ്റുമോ? സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇസ്ലാം. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി? ഈ പുസ്തകത്തിൻ്റെ പേര് കണ്ടോ? ഫത്ഹുൽ മുഈൻ ആണേ, കർമ്മശാസ്ത്ര ഗ്രന്ഥം. വധുവിൻ്റെ നിബന്ധനകൾ, 393 പേജ് നമ്പർ. താഴോട്ടിങ്ങനെ വന്നിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് നമുക്ക് എടുത്താൽ മതി. സ്ത്രീയുടെയും അവളെ വിവാഹം കഴിക്കുന്നവൻ്റെയും ഇടയിൽ വംശപരമായി വിവാഹം നിഷിദ്ധമാകുന്ന ബന്ധമില്ലാതിരിക്കലും ഷർത്താണ്, നിയമം. അതിനാൽ ഹുരിമത്ത് അലൈക്കുമുൽ ഉമ്മഹാത്തുക്കും എന്ന് തുടങ്ങുന്ന സൂറത്ത് നിസായിലെ 23-ാം ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃ സഹോദരീ സഹോദരന്മാരുടെയും പിതൃ സഹോദരീ സഹോദരന്മാരുടെയും സന്താനങ്ങളിൽ പെട്ടവരല്ലാത്ത അടുത്ത കുടുംബ ബന്ധമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ കഴിക്കാൻ പാടുള്ളതാരെയാ? മാതൃ സഹോദരീ സഹോദരന്മാരുടെ മക്കൾ, പിതൃ സഹോദരീ സഹോദരന്മാരുടെ മക്കളിൽ പെട്ടവരെ കെട്ടാം. പെട്ടവരല്ലാത്ത അടുത്ത കുടുംബ ബന്ധമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ പാടുള്ളത് ആരെയാണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും ഉമ്മ
തൻ്റെയും തൻ്റെ സന്താനങ്ങളുടെയും പെൺമക്കൾ, തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവൾ ഹറാമല്ല. എന്താ മനസ്സിലായോ? മാതാപിതാക്കളുടെയും ഉമ്മ, തൻ്റെയും തൻ്റെ സന്താനങ്ങളുടെയും പെൺമക്കൾ, തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവൾ ഹറാമല്ല. സഹോദരി, സഹോദരപുത്രി, സഹോദരി പുത്രി, പിതൃ സഹോദരി, മാതൃ സഹോദരിമാർ എന്നിവരെ വിവാഹം കഴിക്കൽ ഹറാമാണ്. ആരിഫിനെ റോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. ഓക്കെ, അതായത് സ്വന്തം മക്കളെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ലേ? ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അത് പഠിപ്പിക്കുന്നില്ലേ? മദ്ഹബുകൾ അത് പഠിപ്പിക്കുന്നില്ലേ? വ്യഭിചരിച്ചുണ്ടായതാണെങ്കിലും അതല്ല ആരെങ്കിലും നിക്കാഹ അത് പാടിക്കൊടുത്തിട്ടുണ്ടായതാണെങ്കിലും ബീജം ഇവന്റെ ഇത് തന്നെയല്ലേ? അല്ലേ? സ്വന്തം ചോരയെ വിവാഹം കഴിക്കാൻ പറയുന്ന തന്തയില്ലായ്മയും തോന്നിയവാസവും ഇതിനകത്തുണ്ടായിട്ടും വീണ്ടും നിനക്കൊന്നും ഉളുപ്പില്ലേടാ പൊറോട്ടക്കെട്ടുകാരെ വന്ന് ന്യായീകരിക്കാൻ. ഓ, നിന്റെയൊക്കെ ഇത്തരം പ്രഹസനങ്ങൾ കണ്ടപ്പോൾ ആരിഫ് ഇസ്ലാം മത വിമർശനം അങ്ങോട്ട് നിർത്തി. അങ്ങനെ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ നോക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോഴോ ആരാണ് ജമഖ്ശരി എന്നറിയാമോ ഉസ്താദുമാർക്ക്? ഒന്ന് മനസ്സിലാക്കണം. ഖുർആൻ, ഹദീസ്, ഇത് രണ്ടും മാത്രം കൊണ്ട് ഇസ്ലാമിൽ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല. എങ്ങനെ ഉച്ചയും കുത്തി മറിയണമെന്ന് പോലും കിട്ടത്തില്ല. എങ്ങനെ നോമ്പ് പിടിക്കണമെന്ന് കിട്ടത്തില്ല. എങ്ങനെ ചക്കാത്ത് കൊടുക്കണമെന്നും വാങ്ങിക്കണമെന്നും എങ്ങനെ ഹജ്ജിന് പോയിട്ട് ആ കെട്ടിടത്തിലെ ഉള്ള യോനിക്കല്ലിനെ മുത്തണമെന്നും ഒന്നും കിട്ടത്തില്ല ഖുർആനും ഹദീസും മാത്രം കൊണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേണം, ഇജ്മാ വേണം, ഖിയാസ് വേണം. അങ്ങനെ ഇസ്ലാമിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോ സമക്ഷരി, അതായത് അബുൽ ഖാസിം മഹ്മൂദ് ബിൻ ഉമർ അസ്സമക്ഷരി എന്ന് പറയുന്ന പണ്ഡിതൻ 11ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ, പേർഷ്യൻ വംശജനായിട്ടുള്ള ഇദ്ദേഹം മധ്യേഷ്യയിലെ സമക്ഷർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് സമക്ഷരി എന്ന പേര് വന്നത്. ആരാണ് ഇദ്ദേഹം? ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന അൽ കശാഫ് എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഖുർആനിലെ ഭാഷാപരമായിട്ടുള്ള സൗന്ദര്യത്തെയും വ്യാകരണത്തെയും കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആനിന്റെ വിശദീകരണ ശാഖയിലെ ഒരു നാഴികക്കല്ലായിട്ട് ഇസ്ലാമിക ലോകം കാണുന്നത്. ഞാനത് പറഞ്ഞിട്ടല്ലേ കശാഫിനെ അവലംബമാക്കി സമക്ഷരി പറഞ്ഞ കോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് أبيهوا لهم أكل الكلاب وهم هم وإن همبليا قلت قالوا بأنني قالوا بأن الله ذات مجسم. മനസ്സിലായോ? ഇല്ലല്ലോ. ഇസ്ലാം തലതിരിഞ്ഞ മതമാണെന്നും ഇതൊരു തരം വൈറസ് ആണെന്നും പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഖുർആൻ വ്യാഖ്യാതാവായിട്ടുള്ള സമക്ഷരി പറയുവാണ്, ഞാൻ ഏത് മദ്ഹബുകാരനാണെന്നാണ് ഞാനിപ്പോ പറയാ. ഏത് പറഞ്ഞാലും നാണക്കേടാ, ഏത് പറഞ്ഞാലും. അതായത് തഅജ്ജബതു മിൻ ഹാദാ എന്ന് തുടങ്ങുന്നതാണ് ഈ വചനം. അപ്പൊ ഹനഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ കള്ളു കുടിക്കാം, കള്ളു കുടിക്കാം. അപ്പൊ അത് ശരിയാവത്തില്ല. ഷാഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട കർമ്മശാസ്ത്ര ഗ്രന്ഥമായിട്ടുള്ള ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതുപോലെ സ്വന്തം മകളെ കേട്ടാം. തെളിവ് കിട്ടിയോ? മകളെ മാത്രമല്ല, മകളുടെ മകളെയും കെട്ടാം, മോന്റെ മക്കളെയും കെട്ടാം. ഖുർആനിൽ ചെറുകുട്ടികളെ കെട്ടരുതെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിളിലുണ്ട് കേട്ടോ, ലേവ്യർ 18 കേട്ടോ, 4 മുതൽ 20 വരെയുള്ളതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഓർമ്മയില്ല. ഇനിയും
വൈൻ മാലിക്കിയൻ ഖുൽതു മാലിക്കി മദ്ഹബുകാരനാണ് എന്ന് പറഞ്ഞാൽ അഖിലൽ കിലാബി വഹും ഹുമു പട്ടിയിറച്ചി തിന്നുന്നവനാണ് എന്ന് ആളുകൾ പറയും. വൈൻ ഹംബലിയൻ ഖുൽതു ഖാലൂ ബി അന്നല്ലാഹ ദാത്തുൻ മുജസ്സമു അല്ലാഹുവിന് മൂലമുണ്ടിരിക്കുന്നവനാണ്, അല്ലാഹുവിന് ശരീരമുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, നാക്കുണ്ട്, ലിംഗമുണ്ടെന്നൊക്കെ പറഞ്ഞു കളയും. എങ്ങനെയുണ്ട് തലതിരിഞ്ഞ നിയമം? ശരി, ഇതിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. ശരി, ഉസ്താദ് വരട്ടെ. ഇത് സംഭവം നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് പിടികിട്ടത്തില്ല. എന്നാ കേട്ടോ. മോളമോള് മോന്റെ മോള് മോളമോള് ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടില്ല. എന്നാൽ സ്വന്തം മോള് കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാ ഇസിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിലേർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്, അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുവത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം, സ്വന്തം മോള് മോന്റെ മോള് മോളമോള് ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടില്ല. എന്നാൽ സ്വന്തം മോള് കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാ ഇസിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിലേർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്, അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുവത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം, സ്വന്തം മോൾ. നമ്മുടെ ഉസ്താദും കൂടി പറയട്ടെ, ഒരു കംപ്ലീഷൻ വരണ്ടേ. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവ്യവസ്ഥയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ
മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂ, നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. ഇനി എന്തുണ്ടടാ ഉവേ നിനക്കൊക്കെ അഭിമാനിക്കാന്? നിങ്ങളൊക്കെ വല്ലാതെ ഇസ്ലാമിന്റെ മഹത്വം പണയുന്നുണ്ടല്ലോ. എന്തുണ്ട്? ഇതൊക്കെ അല്ലാതെ ഇസ്ലാം എന്തുവാ? ഇതില്ലെങ്കിൽ ഇസ്ലാം ഉണ്ടോ? ഉമ്മയെ കെട്ടി ഉമ്മയുമായിട്ട് കളി തുടങ്ങിയിട്ടില്ലെങ്കിൽ മകളെ കളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. വേണോ ഖുർആൻ വചനം? അതും കൂടി തന്നേക്കാം, ഒരു തിരുപ്പതി ആയിക്കോട്ടെ. നിസാ എന്ന് പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന 4-ാം അധ്യായമാണ്. അതിലെ 23 നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കിക്കോ. നിങ്ങളുടെ മാതാക്കൾ, ക്ലാരിറ്റി ഇല്ല അല്ലെ, മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റുമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ, അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അതായത് 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനത്തിൽ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവരുടെ പട്ടികയിൽ മക്കളുടെ മക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു ഉമ്മയെ വരെ കെട്ടാം, സഹോദരിയെ വരെ കെട്ടാം എന്ന് പറയണ നിങ്ങൾ കേട്ടില്ല. ഉമ്മയെ വരെ കെട്ടാം. അപ്പോ അടുത്തത് എന്താണ്? ബനാത്തുക്കും, നിങ്ങളുടെ പുത്രിമാരെന്ന് പറഞ്ഞിട്ടുണ്ട്. പുത്രിമാർ, അവരുടെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് മക്കളെ കെട്ടാമോ? സ്വന്തം ബീജത്തിൽ ജനിച്ചാൽ സിനയാണെങ്കിൽ കെട്ടാം, കുഴപ്പമില്ല. മക്കളുടെ മക്കളോ അതല്ലെങ്കിലും കെട്ടാലോ. മുലകുടി ബന്ധത്തിലൂടെ ലഭിച്ച മാതാക്കളെ കെട്ടാൻ പറ്റില്ല. മുലകുടി സഹോദരിമാരെയും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ മുലകുടി വഴി വന്ന മക്കളുടെ മക്കൾ ഇതിനകത്തില്ല. അവരും സഹോദരിമാരാണ്, പക്ഷെ ആ സഹോദരിയുടെ മക്കളെയും നമുക്ക് കെട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി പിതൃ മാതൃ സഹോദരിമാരെന്ന് പറഞ്ഞിട്ടുണ്ട്. മുലകുടി വഴിയുള്ള അമ്മായിമാരെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പറയുമ്പോഴെല്ലാം പറയണമല്ലോ. ഇനി സഹോദരന്റെ മക്കളെ പറഞ്ഞിട്ടുണ്ടോ? സഹോദര പുത്രിമാർ, സഹോദരിയുടെ മക്കൾ, സഹോദരി പുത്രിമാരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഹോദരന്റെയോ സഹോദരിയുടെയോ മക്കളുടെ മക്കളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. ഇനി ഉമ്മമാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാതാവിന്റെ മാതാവിനെ പറയുന്നില്ല. പിതാവിന്റെ മാതാവ് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്ന പദം ശരി, നമ്മൾ സമ്മതിക്കുന്നു, എല്ലാ ഉമ്മമാരെയും കുറിച്ചായേക്കാം. ഇനിയും ഭാര്യയുടെ മാതാക്കൾ, ഭാര്യ മാതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ മുത്തശ്ശിമാരെ വിവാഹം കഴിക്കാനല്ലേ, കുഴപ്പമില്ല. ഉസൂല് വൽ ഫുറൂഅ എന്നും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇസ്ലാമിലെ. ശാഖകള്, വിവാഹബന്ധം നിഷിദ്ധമാണോ അല്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരണ്ടേ. മതപരമായ വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഖുർആൻ, ഹദീസ്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് പറയേണ്ടത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു പോയി, അതിനെ മനുഷ്യൻ വേണമെങ്കിൽ ന്യായീകരിച്ചോണം, മനുഷ്യൻ വിശദീകരിച്ചോണം. അതാണ്. ഏതൊരു ആശയവും ആശയവിനിമയം നടത്താൻ ഭാഷ അത്യാവശ്യമാണ്. ഖുർആൻ അറബി ഭാഷയിലാണ് ഇറങ്ങിയത്. കാലം മാറുമ്പോൾ ഭാഷയുടെ പ്രയോഗങ്ങളിലും അർത്ഥങ്ങളിലും മാറ്റം വരാമെന്നും അതല്ല ഗ്രന്ഥത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഭാഷാപരമായിട്ടുള്ള വിശദീകരണങ്ങൾ ആവശ്യമായി വരുന്നു എന്നാണ് ഇവർ പറയാറുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥം അതേ ആശയങ്ങൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്നും അന്ന് നടന്ന സംഭവങ്ങളുടെ സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ
ഇന്നും അത് തന്നെ പ്രാവർത്തികമാക്കാമെന്നും പറയുമ്പോഴല്ലേ നമ്മൾ ഇതിനെ എതിർക്കുന്നത്? അമിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അള്ളാഹു കൃത്യമായിട്ടൊരു കാര്യം പറയാത്തത് കൊണ്ടല്ലേ. സൃഷ്ടാവിന്റെ ഗ്രന്ഥത്തെ സൃഷ്ടികൾ ന്യായീകരിക്കുകയും വിശദീകരിക്കുകയും പെയിന്റ് അടിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ മറയ്ക്കുമോ ഇല്ലേ? വ്യാഖ്യാനങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ അതിലേക്ക് കലർന്നു വരുന്നു പലപ്പോഴും. ഖുർആനിലേക്ക് മടങ്ങണമെന്ന് പറയുമ്പോൾ ആ ഖുർആൻ എടുത്തു വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനിയും വിവാഹേതര ബന്ധങ്ങളാണ് വ്യഭിചാരം. ബിന്തു സിന, സിനയിൽ ഉണ്ടായ മകൾ. ഇവൻ തന്നെയല്ലേ ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ആ പെണ്ണിനെ മറ്റാരും സ്പർശിച്ചിട്ടില്ല എന്ന് ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പോലും സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയെ കെട്ടാം, സ്വന്തം മോളെ കെട്ടാമെന്ന് കർമ്മശാസ്ത്രത്തിൽ കിട്ടിയില്ലേ? ഇനി എന്താ നിങ്ങൾ ഇങ്ങനെ അട്ടഹാസം ഉണ്ടാക്കാൻ, നിങ്ങൾ കുതൂഹലമിളക്കാൻ എന്തിരിക്കുന്നു? ഹനഫി മദ്ഹബിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച് വിവാഹേതര ബന്ധത്തിൽ ഉണ്ടാകുന്ന മകൾക്ക് നിയമപരമായി അർത്ഥത്തില് പിതാവുമായിട്ട് രക്തബന്ധം സ്ഥിരപ്പെടുന്നില്ല. കുഴപ്പമില്ലല്ലോ. വിവാഹേതര ബന്ധം ഇസ്ലാമിൽ അനുവദനീയമാണെന്നല്ലേ ഇതുകൊണ്ട് കിട്ടുന്നത്, അല്ലേ? അതിലുണ്ടായ കുട്ടിയെ വരെ കേട്ടാം. എന്തിന്? പട്ടിയിൽ കുട്ടി ജനിച്ചാൽ ആ കൊച്ചിനെ ഇമാം നിർത്തണോ എന്ന് വരെ ചർച്ച ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. വിവാഹേതര ബന്ധമാണെങ്കിലും അല്ലെങ്കിലും പിതാവിന്റെ ബീജത്തിൽ നിന്നല്ലേ കൊച്ചുണ്ടായത്. അതുകൊണ്ട് പ്രകൃതിപരമായി അവനിൽ നിന്ന് തന്നെ ഉള്ളതല്ലേ. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പുത്രിമാർ, ഈ പുത്രിമാർ ഇതിനകത്ത് വരത്തില്ലേ? ഇല്ലേ? പിന്നെ നിങ്ങൾ ഇത്രയും ഇസ്ലാമിനെ വെളുപ്പിക്കാൻ നിങ്ങൾക്കൊരു നാണവും തോന്നുന്നില്ലേ? നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ നിന്ന് ആ തെളിവുകൾ എടുത്തു തരുന്നത് ഇത് മനുഷ്യ സഹജമായിട്ടുള്ള സദാചാര ബോധത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ ന്യായീകരിച്ചും വളച്ചൊടിച്ചും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായും എഴുതിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ അതേ അർത്ഥത്തിൽ നിന്നും കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് അടർത്തിയെടുക്കും. ഹനഫി കർമ്മശാസ്ത്രത്തിലെ നിയമപരമായ ഒരു സാങ്കേതികതയാണ് ഈ കാണുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അല്ലേ? ശാസ്ത്രീയമായിട്ട് പിതാവിന്റെ ബീജത്തിൽ നിന്ന് തന്നെയാണ് കുട്ടിയുണ്ടായത് എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും ഇസ്ലാമിക നിയമത്തിലെ നിക്കാഹ് എന്ന് പറയുന്ന ഉടമ്പടി ഇല്ലാത്തത് കൊണ്ട് മാത്രം, ഒരു വാക്കിന്റെ മാത്രം ബന്ധമില്ലാത്തത് കൊണ്ട് കൊച്ചിനെ കെട്ടാമെന്ന് പറയുമ്പോൾ ഇത് തെമ്മാടിത്തരമല്ലേ? ഇത് നിങ്ങളുടെ മതത്തിനകത്ത് ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും ന്യായീകരിക്കാനും ആരിഫിനെ കല്ലെറിയാനും വരിക? കൊള്ളാം. അപാര തൊലിക്കെട്ടിയാണ് കേട്ടോ. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ യുക്തിക്കും സദാചാര ബോധത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇസ്ലാം. തലതിരിഞ്ഞ കാര്യമാണ് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ തലതിരിഞ്ഞ നിയമങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിമർശിക്കപ്പെടുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് വികസിക്കാത്ത ഒരു മതം, 6-ാം നൂറ്റാണ്ടിലെ അതേ രൂപത്തിൽ തന്നെ കടിച്ചു പിടിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കണം എന്ന് പറയുന്ന ഒരു മതം. അല്ലാമ സമക്ഷരിയെ പോലെയുള്ള ആളുകൾ ഇത്തരം നിയമങ്ങളെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും പരിഹസിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പൊ മനസ്സിലായോ? മതപരമായ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഇത് പബ്ലിക്കിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? കേൾക്കുന്നവരെല്ലാം മദ്രസ പൊട്ടന്മാരല്ല എന്നെങ്കിലും പറയണം. ഉമ്മായെ കെട്ടിയിട്ട് ഉമ്മായെ തൊടാതെ മോളെ കെട്ടാമെന്ന് പറയുന്ന തലതിരിഞ്ഞ വൃത്തികേട് ഇസ്ലാമിൽ ഉണ്ട്, ഖുർആനിൽ ഉണ്ട് എന്നെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയണം. 4-ാം അധ്യായം 23-ാമത്തെ വചനം. ഇതൊക്കെ ഉണ്ടായിട്ട് അയ്യോ ആരിഫ് ലണ്ടനിൽ പോയി മണ്ടനായി എന്നൊക്കെ ഇങ്ങോട്ട് വാ, തരാൻ ബാക്കി.